എന്നുള്ള കാര്യം. ശ്രീ എം ജയചന്ദ്രൻ, ഇങ്ങനെ ഡീല് വന്നാലും മറ്റൊരു പ്രശ്നമുണ്ട് കേട്ടോ. അവിടെ മൈനോറിറ്റി വോട്ട്സ് പെട്ടെന്ന് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ആർക്കാണോ ജയസാധ്യത കൂടുതൽ അവരിലേക്ക് പോകും. അപ്പോൾ ഈ പറയുന്ന പാലക്കാട് നിങ്ങൾ BJPയുമായിട്ട് ഡീല് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ മുമ്പ് ഈ ശ്രീധരനെതിരെ വന്നതുപോലെ, അത് ഷാഫി പറമ്പിലെ കേന്ദ്രീകരിച്ചതുപോലെ, അത് രമേശ് പിഷാരടിയിലെ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡീൽ തന്ത്രം അവിടെ പാളും. അതുതന്നെ കാസർഗോഡും സംഭവിക്കാം. അതെ, ഇപ്പൊ ഇത് പിന്നെ മഞ്ജുഷ, ഇതൊരു ചെറിയ ഒരു സംഗതിയല്ല തീരുമാനം എന്ന് പറയുന്നത്. ഇത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം, അതായത് AICC ഉൾപ്പെടെ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിന്നെ ലോക്സഭാ ഇലക്ഷന് ശേഷം തുടങ്ങിയ ഒരു പ്രചാരണമുണ്ട്, ലെഫ്റ്റ് ഹിന്ദുത്വ. അത് ജമാഅത്തയുടെ ഹാൻഡിൽ നിന്നാണത് അത്തരം പ്രചരണം പൊട്ടിപ്പുറപ്പെടുന്നത് താങ്കൾക്കും അറിയുമല്ലോ. ആ ലെഫ്റ്റ് ഹിന്ദുത്വ അതിന്റെ മൂർധന്യത്തിലേക്ക് കൊണ്ടുവരുന്നത് 2024 നവംബറിൽ നടന്ന പാലക്കാട് ബൈ ഇലക്ഷനിലൂടെയാണ്. അപ്പോ ആ പിന്നെ ലെഫ്റ്റ് ഹിന്ദുത്വം അങ്ങ് മൂപ്പിച്ച് നിർത്തുകയാണ്. പക്ഷേ ബോധപൂർവം ഒരു കാര്യം ആരും പറയില്ല, ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വ വേഴ്സസ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു നില കേരളത്തിൽ കുറച്ചു കാലമായിട്ട് നിലനിൽക്കുന്നത് നോക്കിയാൽ ഈ കോൺഗ്രസിന് അതിലെന്തെങ്കിലും പങ്കുണ്ടോ? അതിനെ വിമർശിക്കുന്നതിലോ എതിർക്കുന്നതിലോ പിന്നെ ചെറുതാക്കുന്നതിലോ? ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വയെ എതിർക്കുന്നതിലോ വിമർശിക്കുന്നതിലോ ചെറുതാക്കുന്നതിലോ കോൺഗ്രസിന് പങ്കുമില്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുന്നതിലോ ചെറുതാക്കുന്നതിലോ എതിർക്കുന്നതിലോ കോൺഗ്രസിന് പങ്കുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ എപ്പോഴും അവർക്ക് അതിന്റെ നേട്ടങ്ങൾ വേണം. ആ നേട്ടങ്ങൾക്കാണ് ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ട് ഇത് ഉന്നയിപ്പിക്കുന്നത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോ മുസ്ലിം ലീഗിന്റെ അവരെ ഹൈജാക്ക് ചെയ്തില്ല. മുസ്ലിം ലീഗിന്റെ ഈ ഐഡിയോളജിക്കൽ പിന്നെ ഹെഗമണി ഇവർക്കാണല്ലോ. ആശയപരമായ മേധാവിത്വം ഇപ്പൊ മുസ്ലിം ലീഗിൽ ജമാഅത്തെ ഇസ്ലാമി നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെയും കൂടെ ഭാഗമായിട്ടാണ് ഡീൽ ആരോപണം വരുന്നതെന്ന് ഓർക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വെറുതെ ഉന്നയിക്കുന്നതുമല്ല. പിന്നെ ഈ തെളിവെന്താണ് എന്നാണ് നിങ്ങൾ പറഞ്ഞ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കി എന്നുള്ളതാണോ? അല്ല, പറയട്ടെ, ഇത് പാലക്കാട് ഡീൽ ആരോപണം കൊണ്ടുവരുന്നതാണെന്നാണ്. അല്ല, പാലക്കാട് ബൈ ഇലക്ഷനിൽ മഞ്ജുഷ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയില്ലേ? പിന്നെ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് വഴി ആകർഷിക്കാൻ കഴിഞ്ഞ കുറേയേറെ ഹിന്ദുത്വ വോട്ടുകളുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് പക്ഷെ ആരും ചർച്ച ചെയ്യില്ല. സന്ദീപ് വാര്യരെ കൊണ്ടുവന്നത് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം ആ സമയത്ത് അതായിരുന്നു. അത് വസ്തുതയുമാണ്. പക്ഷെ അതല്ല ചർച്ചയ്ക്ക് വരുന്നത്. പിന്നെ ഈ ഇടതുപക്ഷം പിന്നെ മൃദുഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രചരിപ്പിക്കാനാണ് താല്പര്യവും. അതിനുള്ള ഒരു ഭ്രാന്തമായ താല്പര്യം മറ്റ് ഇത് മാധ്യമങ്ങൾക്കടക്കം ഉണ്ട് താനും. അത് നമ്മൾ കാണുന്നുണ്ട്. ഇരിക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോ ഈ റസാഖിന്റെ കാര്യം പറയുന്നു. റസാഖ് എങ്ങനെയാണ് ദുർബലനാവുന്നത് മഞ്ജുഷേ? റസാഖ് ആ നിലയ്ക്ക് വിലയിരുത്തുമ്പോൾ ശക്തനല്ലേ വാസ്തവത്തിൽ? കാരണം LDFന്റെ ബേസ് വോട്ട് പ്ലസ് റസാഖിന്റെ സമുദായ വോട്ടുകൾ പ്ലസ് റസാഖ് ഒരു ഹോട്ടലിയർ എന്നുള്ള നിലയിൽ, ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ള വമ്പിച്ച സ്വാധീനം, ഇത് മൂന്നും കൂടെ ചേർത്താൽ അദ്ദേഹത്തിന് വിജയിക്കാൻ എന്താണ് തടസ്സം? എന്താണ് അവിടെ പ്രതിബന്ധമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈസി വാക്കോവർ ആർക്കും ഇല്ല. റസാഖിന് മറ്റുള്ളവരെക്കാളും കുറച്ച് കൂടുതലാണെന്ന് ഞാൻ പറയും. ഇതാണ് പിന്നെ ഇക്വേഷൻ എങ്കിൽ അതെന്താണ് പരിഗണിക്കാത്തത്? അപ്പം അത് പരിഗണിക്കാൻ പാടില്ലാത്ത വിധം പുതിയ നറേറ്റീവ്സ് ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതാണ് പ്രശ്നം. ആ നറേറ്റീവ്സ് ആണ് ഈ കാണുന്നത്. അത് ചെലവാവില്ലാന്നേ. അതിന്റെ കാലം കഴിഞ്ഞു പോയി ശ്രീകുമാറെ, അത് നടക്കില്ല. ആ കാലം കഴിഞ്ഞുപോയി കേരളത്തിൽ. ഇപ്പോ പിന്നെ ഈ 5 വർഷക്കാലത്തേക്ക്, ഈ 5 വർഷക്കാലം മുഴുവനും ഞാൻ ഈ പറഞ്ഞ രണ്ടാം പകുതി മുതൽ എന്ന് തന്നെ പറയാം കൊണ്ടുവരികയാണ് ഈ ഒരു നറേറ്റീവ്. പിന്നെ ലെഫ്റ്റ് ഹിന്ദുത്വ എന്നുള്ള നരേറ്റീവ് കൊണ്ടുവരുന്ന ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ, തർക്കമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ അത്ര കണ്ട് വിലപ്പോവും ഇല്ല സമൂഹത്തിൽ, അല്ലെങ്കിൽ ക്ലച്ച് പിടിച്ചില്ല സമൂഹത്തിൽ എന്നൊരു ധാരണ ഇവർക്കുണ്ട്. അതേസമയം ഡീല് പറഞ്ഞാലോ അത് വേഗം ക്ലച്ച് പിടിക്കും. എവിടെയാണ് ക്ലച്ച് പിടിക്കേണ്ടത്? എവിടെയാണ്? പ്രധാനമായിട്ടും മുസ്ലിം സമുദായത്തിൽ, 2 ക്രൈസ്തവ സമുദായത്തിൽ. ഈ ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഈ ഡീൽ ബാന്ധവം ആരോപിച്ചാൽ അത് സ്വാധീനിക്കാൻ കഴിയണം. അതുകൊണ്ട് ഇവർക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയണം.
ഇത് മാത്രമാണ്. ഇത്രയും പെറ്റിയായിട്ടുള്ള ആർഗ്യുമെന്റ്സുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോ പിന്നെ ഈ നമ്മളിവിടെ ചർച്ചയിൽ പങ്കെടുത്തല്ലോ, രണ്ടുപേരും പറഞ്ഞല്ലോ, ശ്രീജിത്തും പറഞ്ഞു, നമ്മുടെ സാർ ഗോവ സാറും പറഞ്ഞല്ലോ, ഇതിന്റെ മറ്റു കാര്യങ്ങൾ പറഞ്ഞല്ലോ. ശ്രീകുമാറിനെ സംബന്ധിച്ചോളം ആസ് എ പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിലാണ് പുള്ളി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ സൗകര്യവും സ്വാതന്ത്ര്യവും ഞാനൊന്നും പറയില്ല. അവിടെയാണ് പ്രശ്നം. ഇത് ഇങ്ങനെ പറഞ്ഞാൽ സൗകര്യപൂർവ്വം ഇതിനെ BJP ആയിട്ടുള്ള ഡീലെന്ന് വിശദീകരിച്ചാൽ ഈ രണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തങ്ങളുടെ സ്വാധീനം വിപുലീകരിക്കുക എന്നുള്ളതല്ല കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് പ്രാധാന്യമുള്ള പ്രശ്നം കിടക്കുന്നത്. അവരുദ്ദേശിക്കുന്നത് CPM-ലേക്ക് ഇടതുപക്ഷത്തേക്ക് പോകാനിടയുള്ള ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ പോവാതിരിക്കുക. തങ്ങളുടെ സ്വാധീനം കുറയുമെന്ന് കോൺഗ്രസിന് വിഷമമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു ആശങ്കയുമില്ല. ലീഗ് അപ്പുറത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇവിടെ പ്രശ്നം ഇങ്ങോട്ടുള്ള ഈ ലെഫ്റ്റിലേക്ക് വരാനിടയുള്ള വോട്ടുകൾ, അതിനൊരു ചെക്ക് ഡാം കെട്ടുക, തടയണ കെട്ടുക. അതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന് പറയുന്നത് ഈ ഡീൽ. ശരി ഡോക്ടർ ജി ഗോപകുമാർ, ഇത് ഇപ്പോൾ തുടങ്ങിയതല്ലല്ലോ, ഇത് BJP കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.